നമസ്കാരം, ഞാൻ മണക്കാട് ഗോപൻ, ഗായകനാണ്. കഴിഞ്ഞ 35-37 വർഷമായിട്ട് സംഗീത രംഗത്ത് നിൽക്കുന്ന വലിയൊരു കലാകാരനാണ്. ഗോപൻ മലയാളത്തിനെ കാട്ടി തമിഴ് പാട്ടുകൾ, പ്രത്യേകിച്ച് SPB സാറിൻ്റെ പാട്ടുകൾ പാടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. നമസ്കാരം, ഞാൻ മണക്കാട് ഗോപൻ, ഗായകനാണ്. കഴിഞ്ഞ 35-37 വർഷമായിട്ട് സംഗീത രംഗത്ത് നിൽക്കുന്ന എളിയൊരു കലാകാരനാണ്. എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്നത് എൻ്റെ സ്കൂൾ തലം മുതലാണ്. തിരുവനന്തപുരം വിദ്യാരാജ വിദ്യാമന്ദിറിലാണ് ഞാൻ പഠിച്ചത്. 1985 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മ്യൂസിക് സാർ വരികയായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഈ സംഗീത രംഗത്തേക്ക് വരാനായിട്ടുള്ളൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ അതുവരെ ഞങ്ങളെ സുഹൃത്തുക്കളെല്ലാം ക്ലാസ്സിലിരുന്ന് ഇൻ്റർവെൽ സമയത്തൊക്കെ എന്നെ കൊണ്ട് പാട്ടുകൾ പാടിപ്പിക്കുകയും അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള സംഗീതം അങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് സാറ് ഭുവനേന്ദ്രൻ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് മ്യൂസിക് കോളേജിൽ നിന്ന് ഗാനപ്രവീണയെ കഴിഞ്ഞ് നേരെ നമ്മുടെ സ്കൂളിൽ വരുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഒരു ഫ്രീ പീരീഡ് അദ്ദേഹം വരികയും ക്ലാസ്സിലൊന്നും ചോദിച്ചു, നിങ്ങളെ കൂടെയുള്ള ആരാണ് പാട്ടൊക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഗോകുമാർ പാടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തള്ളിവിട്ടു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ മുമ്പേ അവിടെ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടൊക്കെ പാടി. അപ്പം നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു സംഗീതത്തിനോടുള്ള ഒരു അഭിനിവേശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് അവിടെ അന്ന് സംഭവിച്ചത്. അപ്പോൾ സാറ് എൻ്റെ പാട്ട് എടുത്ത് പറഞ്ഞു, ഇങ്ങനെ പാടുന്ന ഒരാളിവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കോമ്പറ്റീഷനൊന്നും പോകുന്നില്ല, തീർച്ചയായിട്ടും നമുക്ക് കോമ്പറ്റീഷന് പോകണം. അങ്ങനെ അദ്ദേഹം മുൻകൈ എടുത്ത് അന്ന് കുറച്ച് കോമ്പറ്റീഷനൊക്കെ, നമ്മുടെ ഒരു സെക്കൻഡ് ടേമായി. അത് കഴിഞ്ഞ് പിന്നെ ഫൈനൽ നമ്മുടെ 10th എക്സാമിൻ്റെ സമയമായി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ കലോത്സവങ്ങളൊക്കെ നമ്മളെ തിരുവനന്തപുരത്ത് വിദ്യാലയ കലോത്സവം, പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് സൊസൈറ്റീസും അങ്ങനത്തെ കുറേ കലോത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എൻ്റെ പേര് കൊടുക്കുകയും അപ്പോൾ ഈ പോയി പാടിയെടുത്തെല്ലാം എനിക്ക് പ്രൈസ് കിട്ടുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിട്ടതുകൊണ്ട് മാത്രമാണ് എനിക്കിന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വന്നിരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ തരംഗിണിശ്ശേരിയിൽ, അന്ന് ദാസാറിൻ്റെ തരംഗിണിശ്ശേരി സ്കൂൾ ഓഫ് മ്യൂസിക്, അവിടെയാണ് ഞാൻ സംഗീതം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് തരംഗിണി സ്റ്റുഡിയോ. അപ്പം ഈ ഇൻ്റർവെൽ സമയത്തൊക്കെ ആ സ്റ്റുഡിയോയുടെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അന്ന് ദാസാറൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞ് വന്ന് വെളിയിൽ നിൽക്കുന്നതും അങ്ങനെയൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വളരെ ആരാധനയായിട്ട് കാണുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴും ആ ഒരു ദാസാറിൻ്റെ അടുത്തുള്ള ആ ഒരു ആരാധന അത് തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞ് ഈ സംഗീതം പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മണക്കാട് സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അക്ഷത മ്യൂസിക് എന്നുള്ള ഒരു സംഗീത കൂട്ടായ്മ, ശരിക്കും ആ കൂട്ടായ്മയിൽ ഞാനും കൂടെ ചേരുകയായിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ മണക്കാട് പരിസരങ്ങളിലൊക്കെ ചെയ്തു. അങ്ങനെ അത് കേട്ട് കുറേ പരിപാടികളൊക്കെ അന്ന് വെളിയിലൊക്കെ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ എൻ്റെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് അന്ന് മലയാളം പാട്ടുകൾ തന്നെയാണ് കൂടുതൽ പാടുന്നത്. ഓർക്കസ്ട്രയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഗോപൻ മലയാളത്തിനെ കാട്ടി തമിഴ് പാട്ടുകൾ, പ്രത്യേകിച്ച് SPB സാറിൻ്റെ പാട്ടുകൾ പാടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പം അന്നത്തെ കാലത്ത് വെച്ചാൽ മലയാളം സിംഗർ ആണ് മെയിനായിട്ട് പാടുന്നത്, പിന്നെ ഒരു വെറൈറ്റി സിംഗർ, പിന്നെ ഒരു ഫീമെയിൽ സിംഗർ, ഇത്രയും സാധാരണ ഒരു പ്രോഗ്രാമിൽ കാണുള്ളൂ. അപ്പം അന്ന് മലയാളത്തിന് ദാസാറിൻ്റെ പാട്ടുകളാണ്. ഒരു സിനിമയിൽ തന്നെ ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. അപ്പം വെറൈറ്റി സിംഗർ എന്ന് പറയുന്ന ഗായകന് അന്നത്തെ ഇളയരാജ സാറിൻ്റെ പാട്ടുകളും SPB സാറിൻ്റെ പാട്ടുകളും, ഇളയരാജ സാറിൻ്റെ സംഗീതത്തിൽ SPB സാർ പാടിയ ഹിറ്റുകളെല്ലാം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും പാട്ടുകൾ എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. അപ്പോൾ അതിലെ പാട്ടുകൾ ഒരു വെറൈറ്റി സിംഗർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ആ റോളിലോട്ട് മാറിയപ്പോഴത്തേക്ക് എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു വോയിസ് ടെക്സ്ചറൊക്കെ വെച്ച് അന്ന് അദ്ദേഹം പറഞ്ഞ രീതിയിൽ, ആ ഓർക്കസ്ട്രയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ രീതിയിൽ ഞാൻ കൂടുതൽ തമിഴ് പാട്ടുകൾ കേൾക്കുകയും, അല്ലെങ്കിൽ ഞാൻ കേൾക്കും. കാരണം വെച്ചാൽ
അന്ന് പഴയ സിലോൺ റേഡിയോയിൽ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് MSV ഇളയരാജ ആ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ പുതിയ പാട്ടുകളൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ അത് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റില്ല. ഈ വേവ്സ് ഇങ്ങനെ വരുന്നതനുസരിച്ച് കൂടിയും കുറഞ്ഞും കേൾക്കും. പക്ഷെ അത്ര കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ കാലത്ത് നമുക്ക് ഈ റെക്കോർഡ് പെയറിൽ കൂടെ കേൾക്കുന്നത് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മളവിടെ എന്തെങ്കിലും ഉത്സവമൊക്കെ വരുമ്പോഴേ റെക്കോർഡിൽ കൂടെ കേൾക്കുന്ന പാട്ടുകളും പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടെ കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഈ പാട്ടുകളൊക്കെ കേൾക്കുകയും ഇപ്പം ഞാനൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് തരങ്ങിണി പാട്ടുകളൊക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ കോമ്പറ്റീഷനൊക്കെ പാടിയത് ഏറ്റവും കൂടുതൽ അന്ന് വസന്തഗീതങ്ങൾ എന്ന കാസറ്റിലെ മാമാങ്കം പലകുറി കൊണ്ടാടി എന്ന പാട്ടാണ്. സംഗീതരംഗത്ത് നമ്മുടെ തുടക്ക സമയം എന്ന് പറയുന്ന ഇങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹൈ ലെവൽസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര തിരുവനന്തപുരത്ത് അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ ആ ഹൈ ലെവൻസിലെ തബലിസ്റ്റായിട്ടുള്ള ശ്രീ പ്രകാശ് ചേട്ടൻ ദേവരാജ മാസ്റ്ററുടെ വളരെ അടുപ്പമുള്ള ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ദേവരാജൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും മാസ്റ്റർ അവിടെ ഗാനമേള പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് റെക്കോർഡിങ്ങിനൊക്കെ ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ട് ഗായകരെയൊക്കെ നോക്കുന്ന ഒരു സമയമായിരുന്നു. അതിൽ A ട്രൂപ്പ് B ട്രൂപ്പ്. അപ്പം ജയേട്ടനും മധുരിയമ്മയൊക്കെ പാടുന്ന ഒരു ഗ്രൂപ്പ്, പഴയ പാട്ടുകൾ മാസ്റ്റർ പാട്ടുകൾ മാത്രമായിട്ടുള്ള, പിന്നെ അല്ലാതെ തന്നെ എല്ലാത്തരം ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് B ട്രൂപ്പ് എന്നുള്ള രാഗശ്രീ ഓർക്കസ്ട്ര എന്നുള്ളൊരു പേരിൽ മാസ്റ്റർ പ്രോഗ്രാം ചെയ്ത് വരുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൽ ഒരു വെറൈറ്റി സിംഗർ തമിഴ് ഹിന്ദി പാടാനായിട്ടൊരു ഗായകനെ മാസ്റ്റർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ പ്രകാശ് ചേട്ടൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ എനിക്കൊന്ന് 88 ആ സമയത്താണ് മാസ്റ്റർ പോയി കാണുന്നത്. മാസ്റ്റർ വന്ന് ഹാർമോണിയൊക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ പാടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ മാസ്റ്റർക്ക് അത് ഇഷ്ടമായി തോന്നുന്നു. പിന്നെ ഞാൻ വിളിക്കാം, നിന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമായിരുന്നു. കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ അച്ഛനൊരു ഫേമസ് റെസ്ലറായിരുന്നു, മണക്കാട് നാരായണപിള്ള, കേരള ഗാമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം മാസ്റ്റർ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് മാസ്റ്റർക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഗൗരവമൊക്കെ മാറിയിട്ട് എന്നോട് വളരെ സ്നേഹത്തോടുകൂടി വളരെ വാത്സല്യത്തോടു നീ ഭയൽമാൻ്റെ മകനാണല്ലേ എന്നുള്ള പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളും അച്ഛൻ്റെ ഗുസ്തി കണ്ടിട്ടുള്ളതും പഴയ കാര്യങ്ങളും പരവൂറൊക്കെ ഗുസ്തി കണ്ടിട്ടുള്ളതും മാഷ പഴയ കാലഘട്ടമൊക്കെ ഓർത്തെടുക്കുകയും എന്നോടൊപ്പം കുറേ സമയം അച്ഛനെക്കുറിച്ച് ചോദിച്ചറിയുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്നേഹം പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ മാഷ വീട്ടിൽ ഞാൻ ചെല്ലുകയും അപ്പോൾ അവിടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീകാന്ത് ഏട്ടൻ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ എന്ന ഗാനമൊക്കെ പാടിയ ശ്രീകാന്ത് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് ഏട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് എന്നെ വിളിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് ഏട്ടൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് പറഞ്ഞാൽ, നീ ഇവനെ കൊണ്ടുപോയി പാടിപ്പിക്കേ, അവൻ പാടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് മാസ്റ്റർ ശ്രീകാന്തിൻ്റെ പ്രോഗ്രാമിന് പാടുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീകാന്തിനോട് ഞാൻ ഒരുപാട് പ്രോഗ്രാം പാടി നല്ലൊരു പ്രോത്സാഹനം തന്നിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ശ്രീകാന്തേട്ടൻ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സമിതികളിലും എനിക്ക് പാടാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടെ തന്നെ പ്രശസ്ത പിന്നണി ഗായകരായിട്ടുള്ള ശ്രീ ബാലഗോപാലൻ നമ്പിച്ചേട്ടൻ, ശിവപ്രസാദ് ഏട്ടൻ, അങ്ങനെ അന്നത്തെ തിരുവനന്തപുരത്തുള്ള ഗായകരോടൊപ്പമൊക്കെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ളൊരവസരം ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്താണ് ഓൾഡ് സ്കൂളിലെ ഉദയവാനി ചേട്ടൻ്റെ പ്രോഗ്രാമൊക്കെ മാസ്റ്റർ പറഞ്ഞിട്ട് എന്നെ ആ പ്രോഗ്രാമിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓണസമയത്ത് ആ വർഷം തന്നെ ഈ മാസ്റ്റർ പരിചയപ്പെട്ട ആ ഓണസമയത്ത് തന്നെ സ്റ്റേഡിയത്തെ ഇങ്ങനെ മാസ്റ്ററുടെ നേതൃത്വത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉദയവാനി ചേട്ടൻ ഒരുപാട് എല്ലാ ഗായകരും ഉണ്ട്. അപ്പോൾ അതിൽ
എൻ്റെ പേരും മണക്കാട് ഗോപൻ എന്നുള്ള പേര്, അത് മാസ്റ്റർ ഇട്ട പേരാണ്. മാസ്റ്റർ അങ്ങനെ പേപ്പറിൽ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു പേര് ഒരു പത്രത്തിൽ ഇങ്ങനെ വരുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു ലിസ്റ്റിൽ. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പാളയം താജിലായിരുന്നു അന്ന് ഈ സിത്താര ഗാനമേള ട്രൂപ്പും. ഗാനമേള രംഗത്തെ ഏറ്റവും വലിയൊരു ഇതിഹാസം എന്ന് പറയുന്ന ഒരു ഗായകനാണ്. ഗാനമേള എങ്ങനെ നടത്തണം, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഡിസിപ്ലിൻ ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മാർക്കൂസ് ചേട്ടൻ.